ശരീരത്തിൻ്റെ ഒരു ലോ ഓഫ് എലിമിനേഷൻ, ലോ ഓഫ് ന്യൂട്രീഷൻ, ലോ ഓഫ് സർക്കുലേഷൻ, റിലാക്സേഷൻ. ഈ 4 കാര്യങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും കേസിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് സ്വയം വിഷ്വലൈസ് ചെയ്യാം. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ? ഈ പറഞ്ഞ 4 നിയമങ്ങളും എൻ്റെ ശരീരത്തിൽ എത്ര ഭംഗിയായി നടക്കുന്നു? ഇത് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നിടത്ത് നമ്മുടെ സെല്ലുകളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിവിഷനും നടക്കും. നല്ല സെല്ലുകൾ വന്നാൽ നമുക്ക് നല്ല ശരീരം കിട്ടുന്നു. ഇത് നമ്മൾ ഈ പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ പുറത്ത് കാണുന്നത് ഉള്ളിലുള്ള ഒരു ലോകത്തിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്, അല്ലേ? നമ്മുടെ ഉള്ളിൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ പുറത്ത് കാണുന്ന നമ്മുടെ ചിന്തയായാലും പുറത്ത് കാണുന്ന നമ്മളെ ഇന്നത്തെ വിഷയം തന്നെ നവയൗവനം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതല്ലേ. ആ യൗവനമായാലും നമ്മുടെ സൗന്ദര്യമായാലും നമ്മുടെ പ്രവൃത്തിയായാലും ഉള്ളിൽ കാണുന്ന ഉള്ളിലിരിക്കുന്ന ശരീരത്തിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ്. അവിടെ നമ്മൾ പുറത്ത് മിനുക്ക് പണികൾ കാണിക്കുന്നതിന് പകരം പപ്പായ പേസ്റ്റ് ഇടും, അല്ലേ? ആ പേസ്റ്റ് നമ്മൾ പുറത്തിടുന്നതിന് തിരുവനന്തപുരത്ത് വീണ്ടും നമ്മുടെ ഏകദിന സെമിനാർ 2025 നവംബർ 27 വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സെമിനാർ നടക്കുന്നത്. രോഗങ്ങളെ സ്വയം മാറ്റാനും രോഗങ്ങളില്ലാതെ ജീവിക്കാനും നിത്യ യൗവനത്തിൻ്റെ ആരോഗ്യവും ആനന്ദവും നുകരാനും പ്രകൃതിയുടെ ലളിതമായ രീതികൾ വിശദീകരിക്കുന്നതാണ് നമ്മുടെ സെമിനാർ. എന്നോടൊപ്പം പ്രകൃതി സൈക്കോളജിസ്റ്റായ ഡോക്ടർ MC സൗമ്യയും KV സുഗതനും നിങ്ങളോട് സംസാരിക്കുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, തിരുവനന്തപുരത്ത് തൈക്കാട് ഗാന്ധി ഭവനിൽ നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാല പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള രുചിയേറിയ പ്രകൃതി സദ്യ കൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സീറ്റുകൾ ബുക്ക് ചെയ്യണം. സുഹൃത്തുക്കളോട് കഴിയുന്നത്ര പറയുകയും അവരെ കൂടെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം. ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ വന്നെത്തണം. ധാരാളം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. രോഗങ്ങളില്ലാത്തൊരു സുന്ദര ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും ഉണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. വരണം. ഇപ്പോൾ തന്നെ വിളിക്കണം. 9496044514 9496044527. പകരം നല്ല പപ്പായ അടിച്ച ജ്യൂസായിട്ട് നമ്മൾ കുടിക്കുന്നിടത്ത് നമുക്ക് ഉള്ളിൽ കറക്ഷൻ വരുത്താനാവും. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ സ്കിന്നിൽ പുറത്തേക്ക് വരുത്താൻ സാധിക്കണം. അവിടെയാണ് ശരീരത്തിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് നല്ലൊരു ശരീരത്തിനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രകൃതി രീതിയിലേക്ക് ഒരു രോഗമായി മാറുന്ന അവസ്ഥയിൽ എത്രയോ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു രോഗീനെയും 2 രോഗികളെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരാൾക്ക് രോഗം വന്നിട്ടുള്ള കാരണങ്ങളായിരിക്കില്ല രണ്ടാമത്തെ ആൾക്ക് വന്നിട്ടുള്ളത്. ഇവർക്ക് ഇമോഷണലി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ഡയബറ്റിക്സ് ആയിരിക്കാം. മറ്റൊരാൾക്ക് ഒരുപക്ഷെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചിട്ട് വന്നിട്ടുള്ള ഡയബറ്റിക്സ് ആയിരിക്കാം. രണ്ടും വന്നിട്ടുള്ളത് ഡയബറ്റിക്സ് ആണ്, പക്ഷേ വരാനിടയായിട്ടുള്ള കാരണം 2 വഴിയാണ്. അവിടെ നമുക്ക് കറക്ഷൻ എന്നുള്ളത് എന്ത് കാരണം കൊണ്ടാണോ ഈ രോഗം വന്നിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾ കറക്ഷൻ കൊടുക്കുന്നിടത്താണ് അവരുടെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളിലൂടെ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഈ അടുത്ത് നമുക്ക് വന്നിട്ടുണ്ട് 92 വയസ്സുള്ള ഒരു രോഗിയല്ല, ഒരു രോഗി എന്ന് പറയാൻ സാധിക്കില്ല. അവരെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കേണ്ട രീതിയിലുള്ള ആളുകൾ വരാറുണ്ട്. അവരെ കാണാൻ പറ്റുന്ന തന്നെ, ആ ആരോഗ്യത്തോടെ കാണാൻ പറ്റുന്ന തന്നെ ഭാഗ്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള ആളുകൾ. അപ്പം അവരുടെ എപ്പോഴും അങ്ങനെയുള്ള ആളുകൾ വരുമ്പം എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ളൊരു ചിട്ട ജീവിതത്തിലുള്ളത് ഇങ്ങോട്ട് പറഞ്ഞു തരും. അവരെണീക്കുന്ന സമയം, എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ എണീറ്റ് വെയിലില്ലെങ്കിൽ വെയിൽ കൊള്ളില്ല എന്നല്ലാതെ വെയിലിനെ ഉപാസിക്കുന്നവരായിരിക്കും ഇവരിൽ കൂടുതലും. ആരോഗ്യം ഭാസ്കരാദിശ്യ എന്നുള്ളൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പൊ ഗായത്രി മന്ത്രമൊക്കെ എന്താണ്? സൂര്യനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം അർഹിക്കുന്നിടത്താണ്
സൂര്യൻ ഇരിക്കുന്നത്. അപ്പൊ എന്നും രാവിലെ വെയിലേൽക്കുക എന്നുള്ളത്, രാവിലത്തെയും വൈകിട്ടത്തെയും വെയിലേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പിന്നെ അവരുടെ ഭക്ഷണ രീതി ചോദിക്കുമ്പോൾ സസ്യാഹാരികളായിരിക്കും ഇവരിൽ ഭൂരിഭാഗം ആളുകളും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ അത്രയും ഭംഗിയായിട്ടൊരു ചിട്ട നിലനിർത്തി ശരീരത്തിനെയും മനസ്സിനെയും പാലിച്ചു പോരുന്നവരായിരിക്കും. അവരുടെ കാര്യങ്ങൾ കുറേയധികം അവർ ചെയ്യുന്നു. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിത രീതി സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കും ഈ പറയുന്ന 90 വയസ്സും 100 വയസ്സും ഒക്കെ വരെ ജീവിക്കുന്ന ആളുകളിൽ പലരും. അവര് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള സന്തോഷം, മനസ്സിന് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് തന്നെ അവർക്ക് കൂടുതൽ എനർജിയാണ്. അവരുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും. മനസ്സിൽ നമ്മൾ എന്താണോ ഭാവിക്കുന്നത് അതാണല്ലോ ശരീരം. അപ്പം മനസ്സിന് കൊടുക്കുന്ന ആ ഒരു ധൈര്യവും മനസ്സിന് കൊടുക്കുന്ന കരുത്തും ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം ഇത് ഒന്നിച്ച് വരുന്നിടത്താണ് ശരിയായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഈ ലോകവും അതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെയെല്ലാം ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചൈതന്യം, ആ ചൈതന്യത്തിന് ശരീരത്തിനെ തിരിച്ചറിയാൻ പറ്റുന്നവരിൽ ആരോഗ്യം അകന്നു പോവില്ല, അവരിൽ രോഗങ്ങളില്ല. അതിനെ കൂടെ നിർത്താൻ, അതിനൊപ്പം മുന്നോട്ട് പോവാൻ, ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്രയും ലളിതമായിട്ടുള്ള കാര്യങ്ങൾ. അതിന് നമ്മൾ ഒന്നും ബുദ്ധിമുട്ടാനില്ല. ഒരു നേരത്തെ സാറ് പറഞ്ഞതുപോലെ അതൊരു സീറോ കോസ്റ്റ് ആണ്. നമുക്ക് ആർക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാവുന്ന, നമുക്ക് ചെയ്യാനാവുന്നതിൽ അപ്പുറത്തുള്ള ഒന്നുമില്ല. അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നത്, നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം വരുന്നത്. ഇത്രയും സിമ്പിൾ ആയിരിക്കും ഓരോ ഈ വഴികൾ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകുന്നത് അതിൻ്റെ ഒരു ലാളിത്യം കൊണ്ട് തന്നെയായിരിക്കും.